കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ട് ഈ ബാല ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് 10 വർഷമായിട്ട് തന്നെ ഒരാൾ ദ്രോഹിക്കുന്നുണ്ട്, ഇനിയും ഉണ്ടെങ്കിൽ വെറുതെ വിടുന്നില്ല, എപ്പോൾ നോക്കിയാലും ഉണ്ടെങ്കിൽ തൻ്റെ പിറവേ തന്നെയാണ്, തനിക്കുണ്ടെങ്കിൽ ആളുടെ പേര് പറയാൻ പറ്റില്ല, ബാക്കിയുള്ളവർക്കുണ്ടെങ്കിൽ ഇതെനിക്ക് തൻ്റെ പേരുകൾ പറയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതെനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടല്ലോ ലോയിൽ തന്നെ, താനൊരാണായതുകൊണ്ട് തന്നെ തനിക്ക് എന്ത് പ്രശ്നം വന്നാലും ശരി അത് പറയാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ പേര് പറയാൻ പാടില്ല, അത് കാരണം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഉണ്ടെങ്കിൽ തനിക്ക് ആരുടെയും പേര് പറയാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും അത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് വരെ താനുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കത്തുള്ളൂ, അതല്ലാതെ ഇതാണെങ്കിൽ എന്തെങ്കിലും ഇനിയും കൂടുതൽ തന്നെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ താനുണ്ടെങ്കിൽ വെറുതെ വിടത്തില്ല എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ സമയത്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ബാലയെടുത്ത് സ്വത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ കയ്യിൽ ഒരു പൈസ ഇപ്പോൾ ഇല്ല, താനുണ്ടെങ്കിൽ ഒരു സ്വത്തും ഇപ്പോൾ വെച്ചിട്ടും ഇല്ല, തൻ്റെ ഭാര്യയുടെ പേരിലാണ് ഇപ്പോൾ എല്ലാം, ഭാര്യയുടെ പേരിലും അമ്മയുടെ പേരിലുമാണ്, തൻ്റെ കയ്യിൽ ഒരു സ്വത്തും കാര്യങ്ങളും ഒന്നുമില്ല, എല്ലാം കോകിലയുടെയും അമ്മയുടെയും പേരിലാണെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വട്ടം ഇത് കണക്ക് വിവാഹമോചനമായ സമയത്തുണ്ട് ഈ സ്വത്തൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നാണ് മനസ്സിലായിരിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ഈ സൈഡിൽ കൂടെ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. പിന്നെയും പിന്നെ ഇതിൽ എന്തുവാണ് കാര്യം, അല്ലെങ്കിൽ എന്തുവാണ് ഈ 10 വർഷത്തിനിടയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നം വന്നതെന്നുള്ള കാര്യങ്ങളൊന്നും ബാല പറഞ്ഞിട്ടില്ല.